ഹേ ഗായ്സ്, ദിസ് ഈസ് സോജ റീബർട്ട് ആരുഡിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ്, അതേപോലെ തന്നെ അടുത്തൊരു ആക്ഷൻ എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്നും കൂടിയാണ് നോക്കുന്നത്. ഓക്കെ, സോ ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റ് പൈൽ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പൈൽ നമുക്ക് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കുക. എന്താണ് നിങ്ങളുടെ പേഴ്സൺ അടുത്തതായിട്ടൊരു ആക്ഷൻ എടുക്കാൻ പോകുന്നത്? ഫസ്റ്റ് നമുക്ക് എന്താണ് സിറ്റുവേഷൻ എന്ന് നോക്കാം. ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കാനുള്ളൊരു ചാൻസ് ഉണ്ടോ? ഫസ്റ്റ് പൈൽ കറൻ്റ്ലി എന്താണ് അവരുടെ ഫീലിങ്സ്? ഫസ്റ്റ് തന്നെ നൈറ്റ് ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ്. ക്വീൻ ഓഫ് വൺസ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് ദ ഡെവിൾ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നി ഈ ഒരു ഫസ്റ്റ് പൈലിൽ കൂടുതൽ പേരും ഒരു നോ കോണ്ടാക്ട് സെപ്പറേഷനിലായിരിക്കാം. അത്രയ്ക്കൊരു സ്മൂത്ത് ഗോയിങ് കണക്ഷൻസ് കാണാൻ സാധിക്കുന്നില്ല. എന്തൊക്കെയോ പ്രശ്നത്താൽ ഒരു നെഗറ്റിവിറ്റി വന്ന് രണ്ടുപേരും സ്പ്ലിറ്റായി നിൽക്കുന്നൊരു സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത്. മേ ബി കുറച്ച് നാളായിട്ട് ഒരു നോ കോണ്ടാക്ട് സെപ്പറേഷനിലായിരിക്കാം ഈ ഒരു കണക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കണം, മിണ്ടണം എന്നുള്ളൊരാഗ്രഹം ഇവിടെ ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു റീകൺസിലേഷൻ സംഭവിക്കണം എന്നുള്ളതിനെ പറ്റി ആഗ്രഹിക്കുന്നു. നിങ്ങളെ സ്പൈ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുന്നൊരു സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരാഴ്ചയിലൊക്കെ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് കിട്ടാനുള്ളൊരു ചാൻസും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരുന്നു ഇവിടെ. അതായത് വേറൊരു വ്യക്തി ആവാനുള്ളൊരു ചാൻസ് അല്ലെങ്കിൽ ഫാമിലി ആവാനുള്ളൊരു ചാൻസ് ഇവിടെ കൂടുതലാണ്. ഓക്കെ, നിങ്ങളുടെ ഇടയ്ക്ക് വേറൊരാൾ വന്ന് പ്രശ്നമുണ്ടാക്കിയതായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു നെഗറ്റീവ് എനർജി ആയിരുന്നു. മേ ബി നിങ്ങളുടെ വ്യക്തിയായിട്ടായിരിക്കാം പറഞ്ഞു നിർത്തിയിട്ടുള്ളൊരു കണക്ഷനായിട്ട് കാണാൻ പറ്റുന്നു. ആൻഡ് ക്യാഷ് വൈസ് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത സിറ്റുവേഷനും ഈ ഒരു റിലേഷൻഷിപ്പിനെ ഭയങ്കരമായിട്ട് മോശമായ രീതിയിൽ ബാധിച്ചതായിട്ടും, ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ഒരു സെപ്പറേഷനും കാര്യങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ വന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു ക്യാഷ് വൈസ് സ്റ്റെബിലിറ്റി ഇല്ലാത്തത്, പ്രോപ്പർ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതും, തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതും ഒരു നെഗറ്റിവിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും ആ വ്യക്തി നിങ്ങളെ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നതായിട്ടും ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഓക്കെ, സോ നമ്മൾക്ക് ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കുക. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. ഫസ്റ്റ് പൈൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു കണക്ഷനിൽ മുന്നോട്ടേക്ക് നടക്കാൻ പോകുന്നത്? യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. ഫസ്റ്റ് പൈൽ 8 ഓഫ് പെൻറ്റിക്കിൾസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി ക്യാഷ് വൈസ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ്. മേ ബി ജോലി അല്ലെങ്കിൽ കരിയർ വൈസ് കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നൊരു സമയമായിട്ട് നിൽക്കുന്നുണ്ട്. മണി മൈൻഡ് ഭയങ്കരമായിട്ട് വരുന്നു. മേ ബി അതായിരിക്കാം ആളുടെ ലൈഫിലെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ ഒരു സെപ്പറേഷനിലേക്ക് കൊണ്ടുവന്നതും ക്യാഷ് എന്നൊരു കാര്യമായിരിക്കാം. ഓക്കെ, ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തതോ ഒരു ജോലി ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളോ, അങ്ങനെ ഒരു ക്യാഷിനൊരു ഫസ്റ്റ് പ്രയോറിറ്റി എന്ന രീതിയിൽ നിങ്ങൾ ഒന്നിക്കണം, റീകൺസിലേഷൻ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ക്യാഷ് ഇവിടെ അത്യാവശ്യമാണ്. ഒരു തേർഡ് പാർട്ടി നമ്മൾക്ക് പറയാൻ സാധിക്കും. നിങ്ങളുടെ വ്യക്തി ഒരു ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകാനുള്ളൊരു ചാൻസ്, ഒരു ട്രാവലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ആൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്കോ, സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാം, ഒരു തീരുമാനം കരിയർ വൈസ് കാര്യത്തിൽ എടുക്കാൻ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. കുറച്ച് മാസങ്ങളൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ആളുടെ ലൈഫ് ക്യാഷ് വൈസ് സ്റ്റെബിലിറ്റി വന്നു ചേരും എന്നതാണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും നമ്മൾക്കൊരു മെസ്സേജ് കിട്ടുന്നത്. ഓക്കെ, സോ ഈ വർഷം തന്നെ തീർച്ചയായിട്ടും ഒരു ക്യാഷ് വൈസ് സ്റ്റെബിലിറ്റി നിങ്ങളുടെ വ്യക്തിക്ക് വന്നു ചേരും എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾക്ക് നോക്കാം. 10 ഓഫ് കപ്സ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് ദ മജീഷ്യൻ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. സോ നിങ്ങളുടെ കൂടെ തന്നെ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു മാരേജ്, എൻഗേജ്മെൻറ്റ്, ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ വ്യക്തി ഡ്രീം ചെയ്യുന്നത്.
സോ എവിടേക്കോ ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് അത് നടക്കാതെ പോയൊരു സിറ്റുവേഷൻ, ഇപ്പോഴും അതൊരു സ്വപ്നമായിട്ട് അല്ലെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. ഇവിടെ റീകൺസിലേഷൻ, റീയൂണിയൻ ഈ ഒരു ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് നടക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. നിങ്ങളുടെ വ്യക്തിക്കും അത്രമാത്രം ആഗ്രഹം ഒരു പുതിയ തുടക്കം ജീവിതത്തിൽ വരണം, ഈ ഒരു കണക്ഷനിൽ ഒരു പുതിയ തുടക്കം വരണം എന്നുള്ളതെല്ലാം തന്നെ ആ വ്യക്തി അറിഞ്ഞോ അറിയാതെയോ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഒരു ഫാമിലി അല്ലെങ്കിൽ ഒന്നിച്ചായി കഴിഞ്ഞാൽ എല്ലാ ഇഷ്യൂസിനെയും സോൾവ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഈ വ്യക്തിക്കുണ്ട്. സോ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. ദ മജീഷ്യൻ കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എത്രത്തോളം യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് ഈ വ്യക്തി പെട്ടെന്ന് ആക്ഷൻ എടുക്കാനും അല്ലെങ്കിൽ സ്റ്റേബിളായിട്ട് നിൽക്കാനും, നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ എന്താണോ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത് അത് മാറി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയം വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവ് കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യുക. അതാണ് ഈ ഒരു ഫസ്റ്റ് പൈലിൻ്റെ മെസ്സേജ്. ഒരു കോൾ ആണെങ്കിലും ശരി, മെസ്സേജ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് അത് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും, കിട്ടുമ്പോൾ എത്രമാത്രം സന്തോഷം വരും. ഓക്കെ, സോ അത് മാനിഫെസ്റ്റ് ചെയ്യുക. അല്ലാതെ നെഗറ്റീവായിട്ട് ഓവർ തിങ്ക് ചെയ്ത് ഇതൊരു ടോക്സിക് ആയിരുന്നു അങ്ങനെയുള്ള നെഗറ്റീവ് എനർജി ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി സംബന്ധിച്ച് നിങ്ങൾ മാറ്റുക. ഒരു ക്ലാരിറ്റി ഇല്ലായിരിക്കാം, പക്ഷേ കുറച്ച് സമയം കൂടി അനുവദിച്ച് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഒരു ചീറ്റിങ് കാര്യങ്ങളൊന്നുമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. നിങ്ങളടുത്ത് കുറേ കാര്യങ്ങൾ ഓപ്പണായിട്ട് ഈ ഒരു വ്യക്തിക്ക് സംസാരിക്കണം എന്നുണ്ട്, പക്ഷേ അതിനും പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ആൾ നിൽക്കുന്നത്. സോ നമ്മൾക്ക് നോക്കാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, ഫസ്റ്റ് പൈൽ. 5 ഓഫ് സോഡ്സ് ആണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ തമ്മിൽ പാസ്റ്റിൽ പല പ്രശ്നങ്ങളും വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. തീർച്ചയായിട്ടും അത് ഈ വ്യക്തിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്, മെൻ്റലി ഡൗൺ ആക്കിയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതേപോലെ ഈ ഒരു വാക്ക് തർക്കമാണ് ആളെ ഏറ്റവും ഡൗൺ ആക്കിയിട്ടുള്ളത്. നിങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ എല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണകൾ ഒരുപാട് ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതെല്ലാം ഒരു ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ 2 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. നമ്മൾക്ക് അടുത്ത ഒരു സെക്ഷൻ കൂടി എടുക്കാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, ഈ ഒരു പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ടോ? എന്തായിരിക്കും അടുത്ത ആക്ഷൻ? അത്രത്തോളം ഇഷ്ടം കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. നമുക്ക് നോക്കാം. ഓക്കെ, ടെമ്പറൻസ് കിട്ടിയിട്ടുണ്ട്. ഒരു വെയിറ്റിംഗ് എനർജി, നിങ്ങൾ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യണം. 3 ഓഫ് കപ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് 6 ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്കം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഒരു ആക്ഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നതാണ്. നിങ്ങൾ എത്രത്തോളം യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ചൊരു മാറ്റം ഈ ഒരു കണക്ഷനിൽ ഉണ്ടാകാൻ പോകുന്നു. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ്, റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കാനുള്ളൊരു ചാൻസ് ഇവിടെ ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഫുൾ മൂൺ ഡേയിൽ മാനിഫെസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. ഒരുമിച്ച് ഏതെങ്കിലും സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാനോ ഷിഫ്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് കാണിക്കുന്നുണ്ട്. സോ ഹാപ്പി ആയിട്ടിരിക്കുക. ഈ ഒരു പേഴ്സണെ നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടും, വീണ്ടും ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ, ഒരു ഡീപ്പ് കണക്ഷനിലേക്ക് വരാനുള്ളൊരു ചാൻസ് അത് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ആഗ്രഹം അവിടെ കിടക്കുന്നുണ്ട്, നിങ്ങളെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, സോ ഒരു ഉടനെ തന്നെ നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് പ്രതീക്ഷിക്കാം. നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക. ഒരു മാറ്റം ഈ ഒരു പേഴ്സണ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പോസിറ്റീവ് സൈൻസ് നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണാനുള്ളൊരു ചാൻസ് കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ഓക്കെ, ഒരു ഫാമിലി ആകുക അല്ലെങ്കിൽ ഒരുമിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു സ്വപ്നമാണ് ഈ ഒരു ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ, ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ. ഹലോ സെക്കൻഡ് പൈൽ. അപ്പോൾ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റിൽ തന്നെ ഇത് കാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, കറൻറ്റ് ഫീലിങ്സ്. എന്താണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്? സോ പോസിറ്റീവായിട്ടിരിക്കുക. നമ്മൾക്ക് നോക്കാം.
ഫസ്റ്റ് തന്നെ 3 ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് അത്രയ്ക്കൊരു സ്മൂത്ത് ഗോയിങ് ആയിട്ട് കാണിക്കുന്നില്ല. ഈ റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾക്ക് ഒരുപാട് പെയിൻ കിട്ടിയിട്ടുണ്ട്. മേ ബി ആൻസൈറ്റി, സ്ട്രെസ്, ഡിപ്രഷനിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രത്തോളം പെയിൻ ഈ ഒരു കണക്ഷനിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും. ഓക്കെ, ഇതിലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ പറ്റുന്നത്. ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ സ്മൂത്ത് ഗോയിങ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷനോ ഈ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയോ കാണാൻ പറ്റുന്നു. നമ്മൾക്ക് നോക്കാം. വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ദ എംപറർ ആണ് കിട്ടിയിട്ടുള്ളത്. സോ നല്ലൊരു ഗുഡ് ഫോർച്യൂണിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അതായത് റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ട്രോമാസ് ഈ ഒരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഹീലാകേണ്ട ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അറ്റ് പ്രസൻറ്റ് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ഇതിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് മൂവ് ഓൺ ചെയ്യാനും പറ്റുന്നില്ല. ഓക്കെ, നിങ്ങൾ എത്രയൊക്കെ മൂവ് ഓൺ ചെയ്തു എന്ന് പറഞ്ഞാലും ഇപ്പോഴും നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ഡിസിഷൻ നിങ്ങൾക്ക് നേരെ എടുക്കാൻ പോകുന്നൊരവസ്ഥയാണ് കാണാൻ പറ്റുന്നത്. മേ ബി ഓൾറെഡി എടുത്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഇവിടെ ഒരു സ്ട്രോങ് ഡിസിഷനിലേക്ക് നിങ്ങളുടെ വ്യക്തി വരുന്നുണ്ട്. ഓക്കെ, ഒരു ഫൈനൽ ഡിസിഷൻ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾക്ക് നോക്കാം എന്താണ് ആ ഒരു ഫൈനൽ ഡിസിഷൻ. റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കാനുള്ളൊരു ചാൻസ് ഉണ്ടോ? ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നൊരു മെസ്സേജ് നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ എന്താണ് മുന്നോട്ടേക്ക് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, സെക്കൻഡ് പൈൽ, ദ ഡെവിൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. ക്വീൻ ഓഫ് കപ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് കിങ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ വ്യക്തി ഒരു ഫെമിനൈൻ എനർജി കൺട്രോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഫെമിനൈൻ എനർജി കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണെ കണക്ട് ചെയ്യപ്പെട്ടിട്ടിരിക്കുന്നു. ആ വ്യക്തി എന്ത് പറയുന്നു അതിനനുസരിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ ഓരോ കാര്യങ്ങളും മുന്നോട്ടേക്ക് തീരുമാനിക്കുന്നത്. അതേപോലെ തന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് പൈലിലും ഡെവിൾ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു നെഗറ്റീവ് എനർജി ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾക്ക് പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ആ ഒരു നെഗറ്റീവ് എനർജി, ഓക്കെ, ഒരു മേ ബി ഫാമിലി എതിർക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ക്യാഷ് ബേസ് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനോ, ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത അത്രത്തോളം നെഗറ്റീവ് എനർജി, ഒരു സ്റ്റക്നെസ്, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അതിപ്പോഴും ഈ വ്യക്തി ഓർക്കുന്നുണ്ട്. മുന്നോട്ടേക്ക് ഒരു ആക്ഷൻ എടുക്കണം, നിങ്ങൾക്ക് നേരെ എടുക്കണമെന്ന് ആലോചിക്കുമ്പോഴെല്ലാം ഈ ഒരു പാസ്റ്റ് ലൈഫ് ട്രോമ ഭയങ്കരമായിട്ട് വീണ്ടും വീണ്ടും വരുന്നൊരു സിറ്റുവേഷനാണ് കാണാൻ പറ്റുന്നത്. പാസ്റ്റിലുണ്ടായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പാസ്റ്റിൽ ഒരു സെപ്പറേഷൻ വന്നല്ലോ എന്നൊരു ചിന്തയും, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായ വഴക്ക്, വാക്കുതർക്കങ്ങളെ പറ്റിയിട്ടൊക്കെ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ നമ്മൾക്ക് നോക്കാം. സെക്കൻഡ് പൈൽ, യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, സെക്കൻഡ് പൈൽ, എന്താണ് ഈ ഒരു കണക്ഷൻ മുന്നോട്ടേക്ക് നടക്കാൻ പോകുന്നത്? നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫ് മുന്നോട്ടേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്? യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, ദ സൺ കാർഡ്, 6 ഓഫ് കപ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ സ്ട്രോങ്ലി ഈ ഒരു സെക്കൻഡ് പൈൽ റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കാനുള്ളൊരു ചാൻസ് ഹൈ ആണ്. ഒരു 60% ആൾക്കാർക്കും ഇപ്പോൾ കോണ്ടാക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ളൊരു സിറ്റുവേഷൻ ഒരു മാറ്റം വരാൻ പോകുന്നു. ഓക്കെ, ഇവിടെ എല്ലാ കാർഡ്സും അത്രത്തോളം പോസിറ്റീവായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിനെ വീണ്ടും മീറ്റ് ചെയ്യാനുള്ളൊരു അവസ്ഥയിലേക്ക് വരും. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം നിങ്ങളൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ, ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു ഡീപ്പ് കണക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ അതേപോലെ തന്നെ ഈ വ്യക്തിനെ വീണ്ടും നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നു, സംസാരിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കാനുള്ള ഒരു ചാൻസ് ഇവിടെ ഹൈ ആണ്. വളരെ ഹാപ്പി ആയിട്ടിരിക്കുക, സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക, നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കാതിരിക്കുക. ആൾക്ക് ക്യാഷ് വേസ് ഒരു സ്റ്റെബിലിറ്റി വന്നു ചേരുന്നതാണ്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അതേപോലെ തന്നെ സൺ കാർഡുമുണ്ട്. എന്തായിരുന്നോ നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി, നെഗറ്റിവിറ്റി ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഒരു ബ്ലോക്കേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അത് മാറാൻ പോകുന്നു. ആ ഒരു സിറ്റുവേഷൻ മാറാൻ പോകുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു സ്ട്രെങ്ത് കിട്ടുന്നു, നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടോ ഒരു തിരിച്ചറിവുണ്ടാകുന്നു. ഇത്രത്തോളം നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ തീർച്ചയായിട്ടും ആ ഒരു
ഡിവൈൻ ടൈം ഈ ഒരു റിലേഷൻഷിപ്പിൽ അധികം ലേറ്റ് ആവാതെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓറാപ്പവർക്ക് കൂടുതലുള്ളവർക്ക് അധികം ടൈമൊന്നും എടുക്കില്ല. ജസ്റ്റ് കുറച്ച് നാൾക്കുള്ളിൽ തന്നെ റീകൺസിലേഷൻ റീയൂണിയൻ സംഭവിക്കും. ഇവിടെ ഓരോ കാർഡ്സും എത്രത്തോളം പോസിറ്റീവായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. പാസ്റ്റിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഒരു ക്ലാരിറ്റി കിട്ടാതിരുന്നിട്ടുണ്ട്. അതിനൊരു മാറ്റം വരാൻ പോകുന്നു. മേ ബി ഒരു ജോബ് കിട്ടാനുള്ളൊരു സിറ്റുവേഷനിലേക്കോ ട്രാവൽ ചെയ്ത് എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്തൊരു ജോബ് കാര്യങ്ങളോ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് ഈ ഒരു പേഴ്സൺ എത്തിച്ചേരാൻ പോകുന്നു. ഓക്കെ, സോ നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, സെക്കൻഡ് പൈൽ. ഇവിടെ കുറച്ചൊരു ടൈം നിങ്ങളുടെ വ്യക്തിക്ക് അനുവദിച്ചു കൊടുക്കുക. കാര്യം ഫസ്റ്റ് തന്നെ 3 ഓഫ് സൂട്ട്സ് ആൻഡ് ഡെവിൾ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വീൽ ഓഫ് ഫോർച്യൂണും വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഗുഡ് ഫോർച്യൂൺ, അല്ലെങ്കിൽ രണ്ടുപേരും പരസ്പരം അടിപിടി അല്ലെങ്കിൽ വഴക്കോ പ്രശ്നങ്ങളോ വാക്കുതർക്കങ്ങളോ ഒന്നുമില്ലാതെ ലൈഫ് ലോങ് ഒരു കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ലൈഫ് ലോങ് ഒന്നിച്ചു പോകണമെന്ന് ആഗ്രഹമുള്ള രണ്ട് വ്യക്തികൾ ഒരുപാട് ട്രോമയിലും ഒരുപാട് ഇഷ്യൂസിലും ഒരു സെപ്പറേഷനിലും ക്ലാരിറ്റി ഇല്ലാത്ത സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് ഇത്രയും നാളും. ഭയങ്കര ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴും. ഓക്കെ, കുറച്ച് സമയം അതുകൊണ്ട് തന്നെ അനുവദിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. നമുക്ക് നോക്കാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, സെക്കൻഡ് പൈൽ. ഇവിടെ ഒരു ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ ഒന്നിക്കണം എന്നുണ്ടെങ്കിൽ കോടതി ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇഷ്യൂസൊക്കെ ഉണ്ടായിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേണമായിരിക്കും ഒരു റീകൺസിലേഷൻ റീയൂണിയൻ നടക്കാനുള്ളൊരു ചാൻസ്. മേ ബി ഒരു 10% ആൾക്കാരുടെ കാര്യമാണ്. ഓക്കെ, ഒരു കോടതി ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും കേസുകളോ വഴക്കുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ആകേണ്ട ഒരു സമയം ആ വ്യക്തിക്ക് ആവശ്യമാണ്. നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് പേജ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും അതിനുശേഷം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ, ഞാൻ പറഞ്ഞില്ലേ എന്താണോ ഇതിൽ ഇഷ്യൂ, ആ ഒരു ഇഷ്യൂവിനാണ് ഒരു സൊല്യൂഷൻ വരാൻ പോകുന്നത്. ആ ഒരു ഇഷ്യൂ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതോടെ നിങ്ങൾക്കൊരു റീകൺസിലേഷൻ റീയൂണിയൻ നടക്കുന്നു. നിങ്ങൾ ഒന്നിക്കേണ്ട സമയത്ത് ഒരു സ്പ്ലിറ്റായി നിൽക്കേണ്ട ഒരു സിറ്റുവേഷനോ സെപ്പറേഷനോ വന്നിട്ടുള്ളത് എന്ത് പ്രശ്നം കൊണ്ടാണോ ആ പ്രശ്നത്തിനാണ് ഇവിടെ ഒരു മാറ്റം വരാൻ പോകുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് മൈൻഡിൽ ഭയങ്കരമായിട്ടൊരു മാറ്റം, മേ ബി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെയോ മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെയോ ആയിരിക്കാം. നിങ്ങളുടെ വ്യക്തി ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നൊരു സിറ്റുവേഷനിലേക്കും വരുന്നുണ്ട്. അത്രത്തോളം പോസിറ്റീവായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കൊരു കോൾ മെസ്സേജ് നേരിട്ട് കാണുന്നൊരു സിറ്റുവേഷൻ, വീണ്ടും ഒരു റീകൺസിലേഷൻ റീയൂണിയൻ പ്രതീക്ഷിക്കാവുന്നതാണ് സെക്കൻഡ് പൈൽ. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ.